ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് താമര എങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടോ. അതാണ് നമ്മൾ നോക്കണത്. സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിന് കളറ് A4 ഷീറ്റ് വേണം, പിങ്ക് കളർ A4 ഷീറ്റ് കേട്ടോ. അതെടുക്കുക. എങ്ങനെയാണ് ചെയ്യേണ്ട വിധം ഞാൻ കാണിച്ചു തരാം. എളുപ്പം ഉണ്ടാക്കുക. നമുക്കപ്പോൾ ഒരു സമചതുരം വെട്ടിയെടുക്കുക. അതിപ്പോൾ നടുവിൽ ഏറ്റവും ഫസ്റ്റ് വയ്ക്കുന്ന ലെയർ ചെറിയ സമചതുരം ആയാലും കുഴപ്പമില്ല. എല്ലാ ഇതും സമമായിട്ട് വന്നാലും പ്രശ്നമില്ല. എന്നാലും ഫസ്റ്റത്തെ ഒരു ഇത്തിരി ചെറുതായിട്ട് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ഒരു 6 സമചതുരം വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ മടക്കി, ഞാൻ കാണിച്ചു തന്നില്ല, അതുപോലെ മടക്കി വെട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുവിലൊരു ഹോളിടുക. കണ്ട, അങ്ങനെ ഹോള് വെട്ടിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ നമുക്ക് ഒരു മഞ്ഞ അല്ലി കാണില്ലേ, താമരയുടെ നടുക്ക് കാണുന്ന അല്ലി, നമുക്ക് ഈ മഞ്ഞ A4 ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ അരിയായിട്ട് വെട്ടിയെടുക്കുക. കണ്ടോ, ഇനി അതിനെ ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ ചുരുട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഹോളിട്ട്, പിങ്ക് കളർ ഹോളിട്ട് വെച്ചിട്ടില്ലേ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ അല്ലീനെ കടത്തണം. കണ്ടോ, അല്ലി കണ്ടോ, കുഞ്ഞായിട്ട് പരമാവധി എത്ര ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ വെട്ടാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് വെട്ടിക്കോട്ടോ. കണ്ടോ, ഇങ്ങനെ വെട്ടിയെടുക്കാം. ചുരുട്ടി കംപ്ലീറ്റ് ഫുള്ളായിട്ട് അങ്ങനെ ചുരുട്ടി എടുത്തിട്ട് നമുക്ക് ആ ഹോളിൽ കൂടെ ഇതിനെ അങ്ങോട്ട് കയറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് താമര എത്തൾ കണ്ടോ, അതിന് നമുക്ക് ഇങ്ങനെ കയറ്റാം. ഒന്നാമത്തെ ലെയർ നമ്മളിങ്ങനെ വെച്ചത് ചെറുതാണ്, ആ ഹോളിൽ കൂടെ നമുക്ക് ഇങ്ങനെ കടത്താം കേട്ടോ. കണ്ട, ഇനി രണ്ടാമത്തെയും വെച്ചു. അതുപോലെ തന്നെ 3, അങ്ങനെ 6 ലെയർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ആ ഓട്ടയിൽ കൂടെ നമുക്കിതിനെ കയറ്റി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചെന്താമര ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് എത്ര സിമ്പിളായിട്ട് നമുക്ക് ടപ്പേന്ന് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, കമൻ്റ് അയക്കാനും മറക്കരുത് കേട്ടോ. മറക്കരുത് കേട്ടോ. അവരിടയിൽ കയറി പറയുകയാണ്, കഴിയണതിന് മുന്നായിട്ട് അവരുടെ പറഞ്ഞ് തീർക്കുകയാണ് കേട്ടോ. നമുക്കപ്പോൾ ഇല എങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടെ കാണണ്ടേ. അതിങ്ങനെ നമ്മൾ ഈ സേനാരൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഇങ്ങനെ മയിലിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കാൻ, ബട്ടർഫ്ലൈനെയൊക്കെ ഉണ്ടാക്കാൻ മടക്കില്ലേ, അതേപോലെ മടക്കിയെടുക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അതന്നെ സൈനാരോ അതുപോലെ മടക്കിയെടുക്കാം. ഭയങ്കര സിമ്പിളാ. ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ, കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ മടക്കി വെക്കും നോട്ട്ബുക്കിൽ നിന്ന് പേപ്പർ കയറിയിട്ട്. അങ്ങനെ കയറാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ ഓർമ്മ വരിക. അപ്പോൾ നമുക്കിങ്ങനെ മടക്കിയെടുക്കാം. കണ്ടോ, എന്നിട്ട് ഇതിന് 2 അറ്റവും നമുക്ക് പശ വെച്ച് ഒട്ടിക്കണം. ഇങ്ങനെ വിടർത്തി എടുത്തിട്ട് പശ വെച്ച് ഒട്ടിക്കും. ഇവിടെ നമുക്ക് പശ വെച്ച് ഒട്ടിക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ വിടർത്തിയെടുത്ത് പശ വെച്ച് ഒട്ടിക്കാം. ഇവിടെ പശ വെച്ച് ഒട്ടിക്കാം. കണ്ടോ, അതേപോലെ ഇപ്പുറം നമുക്ക് പശ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ റൗണ്ടായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഞാനൊന്ന് ഷേപ്പിന് വേണ്ടി ഇതിൻ്റെ സൈഡൊന്ന് വെട്ടി കൊടുക്കണ്ടൊന്ന്, ഒരു ഇലയുടെ മോഡൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, അങ്ങനെ റൗണ്ടാക്കി എടുത്തേക്കാണ്. കണ്ട, നടുവിൽ അപ്പോൾ 3 ഭാഗം ഇങ്ങനെ ഒരു ഹോള് ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, ഇങ്ങനെ വിടവ്. ആ വിടവിലേക്ക് ഞാനിതിനെ ഇറക്കി വെച്ച് ഒട്ടിക്കുകയാണ്. താമര ഇലയിൽ ഇങ്ങനെ വന്ന് കിടക്കുന്ന പോലെ താമര ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ നടുക്ക് അതിനെ ഒട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടിഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയട്ടെ. എന്നിട്ട് ഞാൻ അതിൽ ഒട്ടിച്ച് വയ്ക്കുകയാണേ. കേട്ടോ, ആ നടുവിൽ പശ വെച്ച് അതിനെ ഒട്ടിക്കുകയാണ്. പിന്നെ 2 ലെയർ അപ്പുറത്തും കാണാം അങ്ങനെ വിടവ്, അതിലും പശ വെച്ച് അതിനെ കൂട്ടി യോജിപ്പിക്കുകയാണ്. എന്നിട്ട് സെൻറ്ററിൽ ഇത് വെച്ച് ഒട്ടിക്കുക. അപ്പോൾ ഒരു ഇലയിൽ കണ്ടില്ലേ, അതിൻ്റെ ഇലയിൽ താമര ഇങ്ങനെ വിരിഞ്ഞ് കിടക്കണ പോലെ തോന്നൂലേ. എത്ര സിമ്പിളായിട്ടാണ് ടപ്പേന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീട്ടിൽ ഉണ്ടാക്കിയൊക്കെ നോക്കിക്കോളാം.
കൂട്ടുകാർക്കൊക്കെ ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഷെയർ ചെയ്യണം, ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ടാറ്റ, ബൈ, സീ യു. ബൈ.